3 ഡയമെൻഷൻ ജോമെട്രിയിൽ കാർട്ടീഷ്യൻ ഫോം തന്നാൽ അതിനെ വെക്റ്റർ ആക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് കാർട്ടീഷ്യൻ്റെ തന്നെ ജനറൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക, x-1/2 ജനറൽ ഫോം ആണ്, ഒരു കുഴപ്പമില്ല. ദെൻ y-1/3 ജനറൽ ഫോം ആണ്. ദെൻ z ഈക്വൽ ടു ലാംഡ. ഇസഡ് ലാംഡ വന്ന ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? z-0/1 ആണ്. മറന്നു പോകരുത്. x ഈക്വൽ ടു ലാംഡ, y ഈക്വൽ ടു ലാംഡ, z ഈക്വൽ ടു ലാംഡ തന്നു കഴിഞ്ഞാൽ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ z-0/1. അവിടെ z ആണെങ്കിൽ z-0/1 വരും, y ആണെങ്കിൽ y-0/1 വരും, x ആണെങ്കിൽ x-0/1 വരും. ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ്റെ തന്നെ ജനറൽ ഫോമിലാക്കിയതിന് ശേഷം നേരെ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. വെക്റ്റർ ആർ ഈക്വൽ ടു നമ്മുടെ ഫോർമുല a പ്ലസ് ലാംഡ ബി ആണ്. ഇനി എ എന്ന് പറയുന്നത് ഇതാണ് പാസ് ചെയ്യണ പോയിന്റ്. ആ പാസ് ചെയ്യണ പോയിന്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മൈനസ് കൺസിഡർ ചെയ്യരുത്, നേരെ 1 എടുക്കാൻ പോകും. അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ ഏത് വരും മക്കളെ? i വരും, ദെൻ പ്ലസ് ജെ വരും, ദെൻ പ്ലസ് 0k വരും. എപ്പോഴും എടുക്കുമ്പോൾ ഓർമ്മ വയ്ക്കുക, നമ്മൾ നടുക്ക് കിടക്കുന്ന മൈനസ് എടുക്കരുത്. ജനറൽ ഫോമിനകത്ത് അത് ഓൾറെഡി ഉള്ളതാണ്. ഇനി ലാംഡ ഇൻറ്റു ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞതാണ് ജനറൽ ഫോമിലാക്കിയതിന് ശേഷം ഈ ഡിനോമിനേറ്റർ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് വൺ 2i വരും, പ്ലസ് 3j വരും, പ്ലസ് 1k വരും. അപ്പോൾ നമ്മുടെ വെക്റ്റർ ഇക്വേഷനായി. ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോസ് ലഭിക്കുന്നതിനായി കുട്ടികൾ ക്ലാസ് ഓറയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. താങ്ക് യു.